ഹായ് നമസ്കാരം. ഇന്നുണ്ടാക്കുന്നത് ഉണക്കൽ ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കിയാലോ. അതിനെ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് 2 ഉള്ളി ചേർത്ത് നന്നായി വഴറ്റുക. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അതിനകത്ത് നമുക്ക് 3 തക്കാളി അരച്ചത് ചേർക്കുക. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റണം. അതിൻ്റെ പച്ചമണം ഒന്ന് ശരിക്കും മാറിക്കിട്ടണേ, അതുവരെ വഴറ്റണം. ഇനി നമുക്കതിനകത്തേക്ക് കുതിർത്ത് വെച്ച കടല ചേർക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി വേവിക്കുക. ഇത് നമുക്ക് ദോശേൻ്റെ പരിപാടി നോക്കിയാലോ. അതിന് ഉണക്കലിരുന്ന് അതിനകത്ത് കുറച്ച് അവൽ ചേർത്തു, കുതിർത്ത അവൽ. അതിന് ചോറും ചേർക്കാം കേട്ടോ. ഇത് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരക്കുക. മാവ് അധികം ലൂസാകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ. ഇത് കടലക്കറിക്കുള്ള തേങ്ങയും ജീരകമാണ് കേട്ടോ, അരക്കാൻ വേണ്ടിയിട്ട്. ദോശ ഇടാം. ഉണക്കലൊരു ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ദോശയൊക്കെ റെഡിയായി. കടൽക്കൂട്ടാൻ ഉണ്ടാക്കാം. കടൽ നല്ല വെന്തിട്ടുണ്ട്. ചുട്ടി വെക്കാം. ഇതൊക്കെ മുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും ജീരകം കൂടെ അരച്ചത് ചേർക്കാം. കുറച്ച് കറിവേപ്പില, കടുക് വറുത്തിടുക. കടലക്കൂട്ട റെഡിയായി.